ചീവീടിൻ്റെ അതിഭീകരമായ സൗണ്ടുണ്ട്. ഞാൻ പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റുമോ എന്നുള്ള അറിയത്തില്ല. മൈക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഭയങ്കര സൗണ്ടാണ്. അത് ചിലപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ഇവിടെ ഇല്ലേ ഫുള്ള് ഇത് കണ്ടമായതുകൊണ്ട് ഇതൊക്കെ ഫുള്ള് കണ്ടമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇത് ഭയങ്കര കൂടുതലാണ്. പ്രത്യേകിച്ച് മഴയും കൂടെ പെയ്ത് കിടക്കുകയാണല്ലോ. ഇതിൽ ഭയങ്കര സൗണ്ടാണ്. ഇപ്പോൾ മൈക്ക് ഉപയോഗിച്ചിട്ട് പോലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ടാവും ഇതിൻ്റെ സൗണ്ട്. പണ്ടത്തെ നമ്മുടെ മഞ്ചിക്കല്ല് വീട്ടിൽ വെച്ച് വീഡിയോ ചെയ്യുമ്പോൾ ഇതായിരുന്നല്ലോ അവസ്ഥ, മൈക്കൊക്കെ വാങ്ങിക്കുന്നതിന് മുമ്പ്. അപ്പോൾ എന്തായാലും എന്താ നമ്മൾ അഫിക്ക് ഇങ്ങനെ സ്കൂളിൽ പോകാനുള്ളത് കൊണ്ട് ഇപ്പോൾ കുറച്ചധികം നേരത്തെ എഴുന്നേക്കും. പിന്നെ നമ്മൾ എഴുന്നേൽക്കുന്നതിനൊപ്പം തന്നെ നിതുമോളും എഴുന്നേക്കും കേട്ടോ. അതുകൊണ്ട് എത്ര നേരത്തെ എണീറ്റിട്ടും കാര്യമില്ല. ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും, അതായത് അവന് പോകാൻ സമയമാകുമ്പോഴത്തേക്കും ഒരു തല്ലിപ്പട തന്നെയാണ്. കാരണം ഇവളെ നോക്കണം, അതിൻ്റെ ഇടയ്ക്ക് പണി ചെയ്യണം, എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അഫി എണീറ്റിട്ടില്ല ഇതുവരെ. നിതുമോൾ എഴുന്നേറ്റിട്ട് ഉമ്മച്ചിയുടെ കൂടെ അടുക്കളയിലുണ്ട് കേട്ടോ. ഓക്കെ, ഇന്നലെയൊക്കെ ഫുള്ള് മഴയായിരുന്നു ഇവിടെ. ഇന്നലെ രാത്രി അതുപോലെ തന്നെ ഇന്നലെ രാവിലെ, അതായത് ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. എങ്ങനെ കൊച്ചിന് ബസ് കയറ്റി വിടാൻ പോകുന്നൊക്കെ ഓർത്ത് പേടിച്ചു. പക്ഷെ ഇന്ന് വലിയ കുഴപ്പമില്ല. രാത്രി മഴയുണ്ടായിരുന്നു, എന്നാലും ഇപ്പോൾ പെയ്യുന്നൊന്നുമില്ല. ഇപ്പോൾ പെയ്യുമോ എന്നുള്ള അറിയത്തില്ല. മഴ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്നൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കിച്ചണിലേക്ക് പോയി നോക്കാം. ഇത് കണ്ടില്ലേ, ഫുള്ള് മഴയൊക്കെ പെയ്ത് ഇങ്ങനെ തണുത്ത് നിൽക്കുകയാണ് നമ്മുടെ നേച്ചർ. വെള്ളമൊക്കെ ചെളിവെള്ളമായിട്ടോ. ഈ വെള്ളത്തിലാണ് ഇവന്മാർ മീൻ പിടിക്കുന്നത്. ഇതാണെങ്കിൽ ഫുള്ള് അപ്പുറം നിന്നൊക്കെ ഇങ്ങനെ വേസ്റ്റ് വരുന്ന വെള്ളമാണ്. കുട്ടികളുടെ പാമ്പേഴ്സ് അതൊക്കെ ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. ഇവന്മാർ ഇറങ്ങാറൊന്നുമില്ല, പക്ഷേ എന്നാലും മോശം വെള്ളമല്ലേ, എത്ര പറഞ്ഞാലും കേൾക്കില്ല. കുട്ടികൾ ഇങ്ങനെ വൈകുന്നേരം സ്കൂൾ വിടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും ഇവിടെ വന്നിട്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. മീനൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം ഇങ്ങനെ ഈ ചെളിവെള്ളം വരുന്നതുകൊണ്ട് അതിങ്ങനെ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, നമുക്ക് എന്തായാലും അകത്തേക്ക് പോയി നോക്കാം. ഉമ്മച്ചി അരി ഇടാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അരി ഇടാം. ഷാഫിക്ക് ഇന്ന് നെയ്ച്ചോറ് വല്ലതും ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഓർത്താ കേട്ടോ. കാരണം പുള്ളിക്ക് അതൊക്കെയാണ് കുറച്ച് ഇഷ്ടം, സാധാ ചോറിനെക്കാട്ടിലും. പിന്നെ ബീഫ് കുറച്ച് ഇരിക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് നെയ്ച്ചോറും കൂടി ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ നമ്മുടെ പെരുന്നാളിന് കിട്ടിയ ലാസ്റ്റ് ഇറച്ചി ഇതും കൂടി ഉള്ളൂ കേട്ടോ. ഇനി നമ്മുടെ ഏകദേശം തീരുമാനമായി. ഇതിപ്പോൾ ഞാൻ അഫിക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി എടുത്ത് വെച്ചതാണ്. ഇങ്ങനെ കറിയായിട്ടൊന്നും ഇഷ്ടമല്ല, ഇങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിലാണ് കഴിക്കുള്ളൂ കേട്ടോ. പിന്നെ ഉമ്മച്ചി പഴം പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ്. അതെന്ത് നെയ്ച്ചോറിന് കുറച്ച് ക്യാരറ്റൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് ഓർത്തു. പിന്നെ നമ്മളിന്ന് ഇവന് രാവിലെ കഴിക്കാൻ കൊടുത്തു വിടുന്ന ഉപ്പുമാവ് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള സവോള ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് മതി, അതൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കാമെന്ന് ഓർത്തു ആദ്യം. പിന്നെ നമ്മുടെ അടുക്കളയുടെ അവസ്ഥ കണ്ടില്ല, ഫുള്ള് തുണിയാട്ടോ. വേറെ വിരിക്കാനുള്ള സ്ഥലമൊന്നുമില്ല. 2 ദിവസമായിട്ട് മഴയായതുകൊണ്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ മെഷീനിലിട്ടൊന്ന് ഉണക്കിയിട്ട് ജസ്റ്റ് ഇവിടെ എല്ലാം വിരിച്ചിട്ടേക്കുന്നതാണ്. ഇവന് ഏറ്റവും പാടെന്താണെന്ന് വെച്ചാൽ യൂണിഫോം ഉണങ്ങുന്നതാണ്. കട്ടിയല്ലേ അതിന് ഭയങ്കര. എന്നിട്ട് ഫാനിൻ്റെ അടിയിലൊക്കെ കൊണ്ടുപോയിട്ടാണ് ഇപ്പോൾ ഉണക്കണേ. നിധി പോവാണ് അത്തച്ചിയുടെ കൂടെ. നിധിയേ, അത്തച്ചിയുടെ പുറകിൽ നിന്ന് മാറില്ല കേട്ടോ രാവിലെ എണീക്കുമ്പോൾ മുതൽ. നിധി, നീ പോവാണോ ഉടുമ്പന്നൂർക്ക്? നിധിയേ, നിധിയേ, ഉടുമ്പന്നൂർക്ക് പോവാണോ? മൈൻഡില്ല. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്, യൂണിഫോമൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഫാനൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. ഇനിയിപ്പോൾ ഒന്ന് തേച്ചെടുക്കുമ്പോൾ ഓക്കെ ആവും. നമുക്ക് ഒരൊറ്റ ഗ്ലാസ് അരിക്കാണ് നമ്മളിത് വെക്കാനുള്ളൂ. കാരണം അഫിക്ക് കൊണ്ടുപോകാൻ മാത്രമല്ലല്ലോ. എന്നിട്ട് പിന്നെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വൈകുന്നേരം വരുമ്പോൾ കഴിച്ചോളും. ഇന്നിപ്പം നല്ല സന്തോഷമായിരിക്കും നെയ്ച്ചോറാന്നൊക്കെ പറയുമ്പോൾ. ഒറ്റ ഗ്ലാസ്സാണ്, അപ്പോൾ ഒന്ന് കഴുകിയെടുക്കാം. ഇതിനെ നൈസായിട്ട് ഇവിടെ വിട്ടിട്ട് പോകാനുള്ള പരിപാടി കേട്ടോ. ഇത് അമ്പിനും വില്ലിനും എടുക്കണില്ല, എടുത്തോളാന്ന് പറയാം.
എന്തേ അത്തച്ചെന്തേ അത്തച്ചെന്തേ? ഇപ്പം നമ്മൾ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു ഗ്ലാസ് അരിയല്ലേ ഉള്ളൂ, അപ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടുമല്ലോ. കുറച്ച് നെയ്യും അതുപോലെ തന്നെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിധി സൗണ്ട് ഉണ്ടാക്കല്ലേ. നിധി ഇവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഉമ്മച്ചിത് തോരൻ വയ്ക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം സവോളയും അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. സവോളൊക്കെ കുറച്ചായിട്ട് എടുത്തിട്ടുള്ളത് മതിയല്ലോ. ഒറ്റ ഗ്ലാസ് അരിയല്ലേ ഉള്ളൂ, ഒറ്റ വിസിലടിച്ചാൽ മതിയേ. പക്ഷെ നമ്മൾ വീട്ടിൽ എല്ലാവർക്കും വയ്ക്കുമ്പോൾ കുക്കറിലല്ല കേട്ടോ നമ്മൾ വെക്കാറ്. മറ്റേ ബിരിയാണി പോട്ടുണ്ടല്ലോ അതിലാണ് വെക്കുന്നത്. ഇത് എളുപ്പത്തിന് ഇങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ. ഉമ്മിച്ചി ചക്കക്കുരു തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അത് ഒരുക്കുന്നതാണ് കേട്ടോ. ഇത് കഴിഞ്ഞോ ഇനിയുണ്ടോ കുരു? ഇത് മാമായം കണ്ട് കൊണ്ട് തന്നെ തോന്നുന്നല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു നെയ്യിലേക്ക് സ്പൈസസും പിന്നെ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഏകദേശം ഒന്ന് റെഡിയായി. നമുക്ക് അരിയിടാം. നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കൽ ഒഴിവാകും കേട്ടോ. നിധി ഒരു പണി സമ്മതിക്കാതെ. നിധിയേ നിധിയേ ഞാൻ വിളിക്കാൻ പോകേണ്ട എൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് അടയ്ക്കാം കേട്ടോ. എന്തിനാ? എന്ത് സാധനം? ട്രാപ്പോ? കുട്ടി വരുന്നുണ്ട് പുറകെ. ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും എങ്ങോട്ടാ? ഇക്കാക്കാടെ ട്രാപ്പ് നോക്കാൻ പോവാണോ? നേരം വെളുക്കണതിന് മുമ്പ് ട്രാപ്പ് നോക്കിക്കൊണ്ട് കിടപ്പാം. എന്തുവാടാ ഇത്? അവിടെ വെച്ചാൽ ഞാൻ വാങ്ങിച്ചോളാം. എന്നുവെച്ചാൽ പാല് വാങ്ങിക്കാൻ പോകാൻ പറയണ. മീനൊക്കെ ഇഷ്ടം. ഇപ്പോൾ കുറച്ച് വെള്ളം തെളിഞ്ഞു കേട്ടോ. ഞാൻ ആദ്യം നോക്കുമ്പോൾ കലങ്ങി മറിഞ്ഞ് നടന്നിരുന്നു. ഇത് എന്തുവാ ഇത്? ഇത് മറ്റേ സംഭവം. കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. മറ്റേ കുപ്പിയും കൊണ്ടിട്ട് ഇതാക്കണേ. അത്തച്ചി ഉണ്ടാക്കി കൊടുത്താണ്. ഒന്നും ചെയ്യാനില്ല. അവിടെ വൈകുന്നേരം നോക്കാം. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി പാല് വാങ്ങിക്കാൻ പോകാൻ കേട്ടോ. അഫീയുടെ അടുത്ത് ഞാൻ പറഞ്ഞാണ് വരണ്ടെന്ന്. പിന്നെ നിധിയോള് സ്ഥിരമാണ്. ഉമ്മച്ചി പോകുമ്പോഴത്തേക്ക് ഉമ്മച്ചിയുടെ സ്ഥിരം പോകുന്ന ആളാണിത് അല്ലേ? എങ്ങോട്ടാണ് നമ്മൾ പോണേ? പൂച്ച വിളിച്ചേ പൂച്ചാനെ. അതെന്താ? പൂച്ച വിളിച്ചേ. ഇത് കുട്ടി പൂച്ചേനെ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ പാലും വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു പോവാണ്. അതൊന്നും കൊള്ളൂല അഫിയ, വെള്ളം കൊള്ളൂല. എത്രയോ തവണ നിന്നോടൊക്കെ പറയണം. നിധി അങ്ങോട്ടാ നിധി പായണേ. മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കറിവേപ്പില എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്.
ഉപ്പുമാവിന് മാത്രം പോരെ? മൂന്നെണ്ണം പോരെ? ഒരെണ്ണം എടുത്തോ. അപ്പോൾ സമയം 7:30 ആവാനായിട്ടുണ്ട്. ഇനിയിപ്പം നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പോൾ അഫീനെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് ബാക്കി പണി നോക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു വേവിക്കാൻ വെച്ചതാണ് കേട്ടോ അത്. ഇനിയിപ്പോൾ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ്. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടു. പിന്നെ നമ്മൾ സവോള അരിഞ്ഞതും ക്യാരറ്റും ഇട്ടിട്ടുണ്ട്. പിന്നെന്താ മുളക് ഇട്ടോ, പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പുറത്ത് നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. ഇത് വെള്ളം ഒഴിച്ച് കൊടുക്കുവാണേ. പിന്നെ നമ്മൾ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തേ. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ റവ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് തുറന്ന് നോക്കാതെ നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അഫിയുടെ സ്നാക്ക് ബോക്സും ലഞ്ച് ബോക്സൊക്കെ കഴുകി വെച്ചതാണ്. ഇനിയിപ്പോൾ അതൊന്ന് തുടച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഫുഡൊക്കെ എടുത്ത് വെക്കാം. കുറേ പാത്രമുണ്ട്. ഇതാ നമ്മുടെ തൊടുപുഴയിൽ നിന്നൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാട്ടോ. കുഴിഞ്ഞ പാത്രമായിട്ട് പാടുണ്ടായിരുന്നോന്നോ ഉപയോഗിച്ച് കുഴപ്പമില്ലായിരുന്നല്ലേ. എനിക്ക് അതൊരു ടെൻഷനായിരുന്നു കേട്ടോ. ഇങ്ങനെയല്ലേ, അപ്പോൾ അതുകൊണ്ട് അവന് കഴിക്കാൻ ബുദ്ധിമുട്ടാവുമോ എന്നുള്ളത്. പിന്നെ മറ്റേ കൂട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലത്തെ തന്നെ നോക്കിയതാണ്, പക്ഷേ അത് കിട്ടിയില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കുന്നതാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കഴുകാം. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഈ ഇടയ്ക്ക് ഇങ്ങനെ ഭക്ഷണാവശിഷ്ടങ്ങളൊന്നും കയറിയിരിക്കുമോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇത് തന്നെ വാങ്ങിയത് കേട്ടോ. പിന്നെ ഞാൻ ഷോർട്സ് ഇട്ടപ്പോഴത്തേക്കും ഇതിൻ്റെ ലിങ്ക് ഉണ്ടോയെന്നൊക്കെ ചോദിച്ച് കമൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ തൊടുപുഴയിൽ നിന്ന് വാങ്ങിയതാണ്, ഓൺലൈനല്ല. ഇപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാനൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഇങ്ങനെ വെക്കുന്നതാണ്. അപ്പോൾ നമ്മളിത് ആഫിക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പുമാവാണ് കേട്ടോ വെക്കണേ. ഓക്കെ, പഴം പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു, അതും കൂടി ഞാൻ ചെറുതായിട്ടൊന്നും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് വെക്കുക കേട്ടോ. നമ്മൾ നെയ്ച്ചോറ് വെക്കാം കേട്ടോ ലഞ്ച് ബോക്സിലേക്ക്. ഇതിൻ്റെ അകത്ത് കമ്പും കോലൊക്കെ വീണിട്ടുണ്ട്, അതൊന്ന് മാറ്റുകയാണേ. കഴിക്കാൻ പാടാല്ലേ. ബീഫ് ഫ്രൈ വെച്ച് കൊടുക്കുകയാണെ സൈഡിൽ. നമ്മുടെ നെയ്ച്ചോറും ബീഫ് ഫ്രൈയും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പപ്പടം കൂടി പൊരിച്ച് അതുകൂടി ഇടാമെന്ന് ഓർക്കണു. ഈ സവോളയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇത്ര ആക്കി കഴിച്ച് അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് മറന്നുപോയി. എന്തായാലും ഇതൊന്ന് ചുമ്മാ ഒന്ന് തൂളി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ രാവിലെ കഴിക്കാനുള്ള ഫുഡും ഉച്ചക്കത്തെ ലഞ്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് അടച്ചിട്ട് പിന്നെ വാട്ടർ ബോട്ടിൽ വെള്ളം കൂടി എടുത്ത് വെച്ചാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അഫിയുടെ ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നൊന്ന് ഉറപ്പ് വരുത്തുക. മഴയുണ്ടോ? മഴയുണ്ടല്ലേ. അങ്ങനെ നമ്മളിത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുക കേട്ടോ. അപ്പോഴാണ് അപ്പോഴേക്ക് കൈ എന്തോ മുറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഫുഡ് ഇങ്ങനെ ഇതായി കഴിക്കാൻ വേണ്ടിയിട്ട് സ്പൂൺ വേണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൈ കാണിക്കുന്നത് മറ്റുമിഷി അതെടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. നല്ല മഴയാട്ടോ, ഇറങ്ങുന്ന സമയത്ത് തന്നെ മഴയാണ്. നിധിക്കുട്ടി നല്ല ഉറക്കമാണ്. നിധിക്കുട്ടി രാവിലെ എൻ്റെ ഒപ്പം എഴുന്നേറ്റല്ലേ, അതുകൊണ്ട് ഇപ്പോൾ കിടന്ന് ഉറങ്ങിപ്പോയി. പോവാം. അപ്പോൾ സ്പൈഡർമാൻ്റെ കുടയൊക്കെ കൊണ്ട് ഇറങ്ങി നിൽക്കുന്നുണ്ട്. മൊത്തം മഴയൊക്കെ വെള്ളമൊക്കെ ചാടി നാശമായിട്ട് കിടക്കുകയാണ്. തെന്നി വീഴായിരുന്ന ഭാഗ്യം. അങ്ങനെ അനങ്ങി നടന്നു വരും. ആ സമയമായി ബസ് വരുന്നേ. വെള്ളത്തിലൊന്നും ചവിട്ടാതെ വാട്ടോഫി, വെള്ളത്തിലൊന്നും ചവിട്ടാതെ വരാൻ.
നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ വഴി അല്ല കേട്ടോ വന്നുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ വളഞ്ഞ് മൂക്ക് പിടിക്കേണ്ട അവസ്ഥയാണ്. ഒരു റബ്ബർ തോട്ടം പാസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ കയറ്റിവിടാൻ പോയിക്കൊണ്ടിരുന്നത്. അതാകുമ്പോൾ 8:30 ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി കേട്ടോ. നിങ്ങൾ ആ ഒരു വഴി കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ മഴ തുടങ്ങിയ പിന്നെ അവിടെ ഫുള്ള് വെള്ളവും ചെളിയാണ്. പോകുന്ന പോക്കിലൊക്കെ അഫിയുടെ കണ്ണത് ഈ വെള്ളത്തിലാട്ടോ. ഇതിൻ്റെ അതാണ് ഇഷ്ടം പോലെ മീനുണ്ട്, അതുകൊണ്ടിട്ട് മുഷി. ഈ പോസ്റ്റൊക്കെ ഒടിഞ്ഞു കിടക്കായിരുന്നു കേട്ടോ. ഇത് പുതിയത് ഇട്ടതാണ്. അഫീനെ കൊണ്ടുപോയിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മഴ നല്ലോണം പെയ്യുന്നു വിചാരിച്ചു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവനെ വിട്ടുകൊണ്ടിരുന്നതും തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നതൊക്കെ നമ്മൾ ആ ഒരു റബ്ബർ തോട്ടം പാസ് ചെയ്തിട്ടായിരുന്നു. പക്ഷേ മഴയായി പിന്നെ അവിടെ ഭയങ്കര ചെളിയും വെള്ളമൊക്കെ ആട്ടോ. ഒരു ദിവസം കടയിൽ പോയത് ഞാനും അഫിയും കൂടിയിട്ട് അവിടെ പോയി വീഴുകയൊക്കെ ചെയ്തു. എന്നാലും 8:30 ആകുമ്പോൾ ഇറങ്ങിയാൽ മതി നമ്മൾ അവിടെ നിന്നാണ് വിടുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എത്തുമല്ലോ. അപ്പം ആദ്യത്തെ ഒരു 2-3 ദിവസം ഞാൻ അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ടുണ്ടിരുന്നത്. പക്ഷേ ഇവന് ഞാൻ എടുത്തുകൊണ്ട് പോകണം. എങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. പിന്നെ ഇന്നും ഇന്നലെ ഒക്കെ രാവിലെ നല്ല മഴയല്ലായിരുന്നു. അപ്പോൾ ഈ വെള്ളവും ചെളിയൊക്കെ കൂടുമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ വഴി പോകുന്നത്. ഇതിപ്പോൾ വളഞ്ഞ് മൂക്ക് പിടിക്കേണ്ട അവസ്ഥയാണ്. എന്നാലും കുഴപ്പമില്ല, സേഫായിട്ട് എത്തുമല്ലോ. അങ്ങനെ ഈ മഴയും ചെളിയും ഒക്കെ കാരണം നമുക്ക് നല്ലൊരു പണി കിട്ടി. ആ വഴി പോകാനൊരു നിവൃത്തിയില്ല കേട്ടോ. ഇനിയിപ്പോൾ വിളിക്കാൻ പോകുമ്പോഴും ഈ വഴി തന്നെ പോകണം. കുറേ നടക്കാനുണ്ട്, അതാണ്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ വീടെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം നീതിക്കുട്ടി ഉറങ്ങുകയാണല്ലോ. ആ സമയം കൊണ്ട് ബാക്കി പണികളൊക്കെ തീർക്കണം. കാരണം അവൾ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ ഒന്നും നടക്കില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാൻ പറ്റുമോ അറിയില്ല, നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.